കരിയിലകൾ കത്തിക്കുന്നത് ഭൂമിയുടെ പുതപ്പ് മാറ്റുന്നതിന് തുല്യം. കനത്ത ചൂടിൽ നാട് പൊള്ളുമ്പോൾ ജാഗ്രത വേണമെന്ന് വിദഗ്ധർ. നിസ്സാരമെന്ന് കരുതി നാം ഓരോ കരിയിലക്കൂട്ടവും തീയിടുമ്പോൾ ഭൂമിയുടെ സ്വാഭാവിക സുരക്ഷാ കവചമാണ് നശിക്കുന്നത്. കടുത്ത വേനൽച്ചൂടിൽ സംസ്ഥാനം വെന്തുരുകുമ്പോൾ പറമ്പുകളിലെ കരിയിലകളും ചപ്പുചവറുകളും വാരിക്കൂട്ടി തീയിടുന്ന ശീലത്തിനെതിരെ മുന്നറിയിപ്പുമായി പരിസ്ഥിതി പ്രവർത്തകരും കാർഷിക വിദഗ്ധരും. പ്രകൃതി ഒരുക്കുന്ന ഒരു ജൈവാവരണമാണ് കരിയിലകളും ഉണക്കപ്പുല്ലും. വേനൽക്കാലത്ത് ഇവ ചെയ്യുന്ന സേവനങ്ങൾ നിരവധിയാണ്. സൂര്യപ്രകാശം നേരിട്ട് മണ്ണിൽ പതിക്കാതെ തടയുന്നതിലൂടെ മണ്ണിലെ ജലാംശം വറ്റാതെ സംരക്ഷിക്കുന്നു. കന്നിമഴ പെയ്യുമ്പോൾ ജലം പെട്ടെന്ന് ഒഴുകിപ്പോകാതെ സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ ഈ ജൈവാവരണം സഹായിക്കുന്നു. മണ്ണിലെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്ന അസംഖ്യം മിത്രാണുക്കൾക്കും ചെറുജീവികൾക്കും അഭയസ്ഥാനമാണിത്. ചപ്പുചവറുകൾ കത്തിക്കുന്നത് വഴി വലിയ തോതിലുള്ള ഊർജ്ജനഷ്ടമാണ് സംഭവിക്കുന്നത്. ഒരു ചെടി ആഗിരണം ചെയ്യുന്ന ഊർജത്തിന്റെ വെറും 2% മാത്രമാണ് അത് കത്തിച്ചുണ്ടാക്കുന്ന ചാരത്തിൽ നിന്നും വളമായി ലഭിക്കുന്നത്. എന്നാൽ അതേ കരിയില മണ്ണിൽ അഴുകിച്ചേരാൻ അനുവദിച്ചാൽ 100% ഊർജവും മണ്ണിന് തിരികെ ലഭിക്കുന്നു. കരിയിലകൾ കത്തിക്കുമ്പോൾ പുറത്തുവരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും വായു നിലവാരത്തെ ദോഷകരമായി ബാധിക്കുന്നു. തീപിടുത്തങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അശ്രദ്ധമായ ഇത്തരം പ്രവൃത്തികൾ വലിയ ദുരന്തങ്ങൾക്കും വഴിതെളിക്കുമെന്ന് ഫയർഫോഴ്സും മുന്നറിയിപ്പ് നൽകുന്നു. കരിയിലകൾ കത്തിക്കുന്നതിന് പകരം തെങ്ങിൻ തടങ്ങളിലോ ചെടികളുടെ ചുവട്ടിലോ പുതയായി ഇടുകയോ കുഴിയെടുത്ത് കമ്പോസ്റ്റ് വളമാക്കി മാറ്റുകയോ ചെയ്യുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.